ചാപ്റ്റേഴ്സും പഠിക്കണം. എന്നാൽ ഓരോ ചാപ്റ്ററിനും 3-4 മണിക്കൂറോ കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കേസുമല്ല. ഇതാണല്ലേ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. നമ്മൾ വെറും 6 ക്വസ്റ്റ്യനിലൂടെ രേഖീയ സംഖ്യകൾ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വേറെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമോ വേറെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ ഫുൾ പഠിച്ചു തീർക്കും. സോ ഇതൊരു സിമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് കേട്ടോ. ഇതിന്റെ പൂരം എവിടെ നടക്കുന്ന അറിയോ? നമ്മളുടെ എജുപോർട്ടിന്റെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിലാണ്. ഇതിലൂടെ നിങ്ങൾക്ക് പോൾസും ഡെയിലി പ്ലാനും ക്വസ്റ്റ്യൻ പോൾസും ലൈവ് ലിങ്കും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് തരും കേട്ടോ. സോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ്. എല്ലാ കുട്ടികൾക്കും ഒന്നുമില്ല, ലിമിറ്റഡ് കുട്ടികൾക്ക് മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കാണാം. ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക, ആ ലിങ്കിൽ ഒന്ന് തൊടുക, വേഗം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പോരും കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ആയിരിക്കും ചെയ്യുന്നത്. സോ നോക്കിയേടാ, നമ്മളുടെ ഇതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ആളെന്ന് പറയുന്നത് 2 നമ്പേഴ്സ് തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണുക എങ്ങനെയാണ് എന്നുള്ളതാ. ഇതെന്താണ്? ആദ്യം ഞാൻ ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്പർ ലൈനിൽ 0 എന്ന് വലത്തോട്ട് പോകുമ്പോൾ 1 2 3 4 അങ്ങനെ കൂടി വരും. ഇടത്തോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? -1 -2 -3 അങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം, ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഒരു പണിയുമില്ല, നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോ 3യും അതുപോലെ -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്നും ഇഷ്ടമുള്ള നമ്പർ കുറയ്ക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? -1ൽ നിന്നും 3 കുറച്ചു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു യന്ത്രത്തിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്നും ഇഷ്ടമുള്ള നമ്പർ കുറയ്ക്കുന്നു, ഈ ഒരു യന്ത്രത്തിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഈ യന്ത്രത്തിന്റെ പേരാണ് മോഡ്. ഓക്കെ, അതായത് ഇത് എന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ -1 -3 എന്ന് പറയുന്നത് എന്താണ്? -4 ആണ് അല്ലെ. ഈ -4നെ ഈ യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടാൽ നമുക്ക് എന്താ അറിയോ ആൻസർ കിട്ടുക? 4 ആയിരിക്കും ആൻസർ കിട്ടുക. അതായത് ഈ യന്ത്രം മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും പുറത്തേക്ക് തരുന്ന നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ബിക്കോസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അകലം എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ കിട്ടണം. സോ പോസിറ്റീവ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യന്ത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ നെഗറ്റീവ് നമ്പർ കിട്ടാത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് നെഗറ്റീവ് നമ്പർ കിട്ടാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്കുള്ള അകലം -4 കിലോമീറ്റർ ആണ് നിങ്ങൾ പറയോ? ഇല്ല, അത് 4 എന്നേ പറയുള്ളൂ, പോസിറ്റീവേ പറയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏത് 2 നമ്പർ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്നും ഇഷ്ടമുള്ള നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നു. അതിന്റെ പേരാണ് മോഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 and -6 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്നും ഇഷ്ടമുള്ള നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു, ഈ മോഡിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നു. 0 + 6 ദാറ്റ് ഈസ് മോഡ് 6. മോഡ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 തന്നെയാണ്. സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -3 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്നും ഇഷ്ടമുള്ള നമ്പർ കുറയ്ക്കുന്നു, മോഡിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നു. -3 -2 എന്ന് പറയുമ്പോൾ -5 ആണ്. മോഡ് -5 എന്ന് പറയുമ്പോൾ 5 ആണ്. ഒരു പ്രശ്നവുമില്ലല്ലോ, മനസ്സിലായില്ലേ? 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. The distance from x to 1 on the number line is 7. Write this as an equation. സംഖ്യാരേഖയിൽ x മുതൽ 1 വരെയുള്ള ദൂരം 7 ആണ്. ഇത് ഒരു സമവാക്യമായിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാണ് സംഖ്യകൾ? എക്സും ഉണ്ട്, 1ഉം ഉണ്ട്. ഇവന്മാർ തമ്മിലുള്ള അകലം എന്താണ്? 7 ആണ്. അപ്പൊ എങ്ങനെയാണ് അകലം കാണുക? നിങ്ങൾക്ക് എക്സിൽ നിന്നും ഇഷ്ടമുള്ള നമ്പറിൽ നിന്നും ഇഷ്ടമുള്ള നമ്പർ കുറയ്ക്കുക. എക്സിൽ നിന്നും 1 കുറച്ചു, എന്നിട്ട് ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ദൂരം എത്രയാണെന്നാ പറഞ്ഞത്? 7 ആണെന്നാ പറഞ്ഞത്. അപ്പൊ മോഡ് x - 1 = 7. ഇനി നോക്ക്, എക്സും 3യും തമ്മിലുള്ള അകലം 8 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? x - 3 = 8. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, x to -2 വരെയുള്ള അകലം എന്ന് പറയുന്നത് 7 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ എഴുതുക? നിങ്ങൾ എന്താ ചെയ്യുക? മോഡ് ഓഫ് x -2 മോഡിന്റെ ഉള്ളിൽ ഇട്ടാൽ 7 കിട്ടുന്നാ പറയുന്നത് അല്ലെ. എക്സിൽ നിന്നും -2 സബ്ട്രാക്ട് ചെയ്താൽ 7 കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? x 2 മൈനസ് അടുത്ത് വന്നാൽ x + 2 അല്ലെ. മോഡ് x + 2 എന്ന് പറയുന്നത് 7 ആണ് അല്ലെ. മോഡ് x + 2 എന്ന് പറയുന്നത് 7 ആണ്. ഒരു പ്രശ്നവുമില്ലല്ലോ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാടാ. വാട്ട് ആർ ദ നമ്പേഴ്സ് x for which മോഡ് x - 1 = 3? അതായത് നമ്മളോട് പറയാണ് മോഡ് x - 1 = 3 ആണെങ്കിൽ x ഏതൊക്കെ നമ്പേഴ്സ് ആവാം എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മോഡിന്റെ ഉള്ളിൽ ഏത് നമ്പർ ആയാലാ പുറത്തേക്ക് 3 കിട്ടുന്നത്?
നമുക്കറിയാം മോഡിൻ്റെ ഉള്ളിൽ -3 ആണെങ്കിലും പുറത്ത് 3 ആണ് ഉണ്ടാവുക. മോഡിൻ്റെ ഉള്ളിൽ 3 ആണെങ്കിലും നമുക്ക് പുറത്തേക്ക് ആൻസർ 3 ആണ് കിട്ടുന്നത്. അതായത് ഈ x-1 എന്ന് പറയുന്നത് എന്തായിരിക്കും? x-1 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ -3 ആയിരിക്കും, അല്ലെങ്കിൽ x-1 എന്ന് പറയുന്നത് 3 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എക്സിന് 2 വാല്യൂസ് കിട്ടൂലേ? യെസ്, എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? -3. ഈ -1നെ മിസ് ഇങ്ങോട്ട് കൊണ്ടുപോവാണേ. -1നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താ വരിക? +1. -3 +1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - 3 ആണ് അല്ലെ? ഇതിനൊന്ന് അടുക്കി പിറക്കി എഴുതിയാൽ 1 - 3. ദാറ്റ് ഈസ് 1 - 3 എന്ന് പറയുമ്പോൾ 3 1 പോയാൽ 2 ആണ്, ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു, -2. ഇത് നമ്മളുടെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സമ്മറി വീഡിയോ മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ, ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി കാണാം കേട്ടോ. ഇനി നോക്കിയേടാ അടുത്തത്. ഇവിടെ x-1 ഈക്വൽ ടു 3 ആണെങ്കിൽ എക്സ് എന്താവും? -1നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകേ 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ എക്സ് ഏതൊക്കെ സംഖ്യകളാവാം? എക്സ് എന്ന് പറയുന്നത് -2 or 4. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. സിമ്പിൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മോഡിൻ്റെ ഉള്ളിൽ ഏതൊക്കെ നമ്പർ വരും നോക്കുക, എന്നിട്ട് എക്സിനെ സോൾവ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇനി അടുത്ത നോക്കിയേ, മോഡ് x+1 ഈക്വൽ ടു 3. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മോഡ് x+1 ഈക്വൽ ടു 3 ആണ്. അങ്ങനെയെങ്കിൽ മോഡിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ആവാം? x+1 എന്ന് പറയുന്നത് -3 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും. x+1 ഈക്വൽ ടു -3 വരുമ്പം എക്സ് എത്രയാന്ന് നോക്കുക. അതുപോലെ x+1 ഈക്വൽ ടു 3 വരുമ്പം എക്സ് എത്രയാന്ന് നോക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക. ദെൻ അടുത്ത് നോക്കിയേ, അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു എന്നാണ്. അതായത് ഒന്നുമില്ലടാ, അങ്ങനെ ഒരു നമ്പർ ലൈൻ വരച്ചു, -2 -1 0 1 2 ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുകയാണെ, -2ന്റെയും 2ന്റെയും മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്താണ്? നിങ്ങൾ നോക്കിയേ, 0 ആയിരിക്കില്ലേ? അതായത് നമുക്ക് -2ൽ നിന്ന് 0ലേക്കുള്ള അകലം എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. 2ൽ നിന്നും 0ലേക്കും 2 യൂണിറ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? -2ന്റെയും 2ന്റെയും മധ്യബിന്ദു എന്ന് പറയുന്നത് എത്രയാടാ? 0 ആണ്. ഇത് കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇങ്ങനെ വരച്ചു നോക്കൊന്നും വേണ്ട. നിങ്ങൾ -2ഉം 2 ആണ് അല്ലെ, ഇവന്മാരുടെ മധ്യബിന്ദു ആണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവന്മാർ തമ്മിൽ ആഡ് ചെയ്യുക, /2 ചെയ്യുക. -2 + 2 എന്ന് പറയുമ്പോൾ 0, 0/2 = 0. ഇനി നോക്ക്, 6ഉം 4ഉം തമ്മിലുള്ള മധ്യബിന്ദു, 6ന്റെയും 4ന്റെയും മധ്യബിന്ദു എന്താ വരിക? നമ്മൾ ഇവന്മാർ രണ്ടാളെയും ആഡ് ചെയ്യുന്നു, /2 ചെയ്യുന്നു, 10/2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. ഒരു പ്രശ്നവുമില്ലല്ലോ. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഉഷാറായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയാൽ ഈ ഒരു ക്വസ്റ്റ്യന് മിഡ് പോയിന്റ് ഓഫ് -2 1/2 3 4 3/4. അതായത് -2 1/2 + 4 3/4 വരും അല്ലെ, /2. ഇവന്മാർ രണ്ടാളെയും ആഡ് ചെയ്തു, /2 ചെയ്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ -2 1/2 + 3/4. അതിനെന്ത് ചെയ്യാം? ഒന്ന് അടുക്കി പെറുക്കി എഴുതിയാൽ 4 3/4 -2 1/2 എന്ന് വരും അല്ലെ, /2. 4:45 2:30 പോയാൽ എത്രയാണ് ഉണ്ടാവുക? 4 2 പോയാൽ 2 ആണ്, 3 1/4 പോയാൽ 1/4 ആണ്. അതായത് 2.5/2. ഇവിടെ എത്തിയാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താ അറിയോ? നിങ്ങൾ എന്ത് ചെയ്യും? മോളിലും താഴെയും 2 കട്ട്. സിമ്പിൾ. എടാ മണ്ടത്തരാണ് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു 2.25 നമ്മളുടെ സ്വന്തം ഫ്രാക്ഷനിലേക്ക് മാറ്റുക. 4 × 2 8 ആണ്. 8നോട് എന്ത് ചെയ്യുന്നു? 1 കൂട്ടുന്നു, എന്താണോ അത് എഴുതുന്നു, /4. ദാറ്റ് ഈസ് 9/4. അപ്പൊ ഇതെന്ത് വരും? 9/4/2. അതായത് 9/8 ആയിരിക്കും. 9/8 ആയിരിക്കും ആൻസർ. ഇതിനെ ഇനി മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 9 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു 8 ആയിരിക്കും, 1 ആയിരിക്കും ഇതിന്റെ റിമൈൻഡർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് 1/8 ആയിരിക്കും. ഇത് ചെയ്തില്ലെങ്കിലും നോ പ്രോബ്ലം, മറ്റേത് വരെ ചെയ്യാൻ പറ്റിയാൽ വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഇനി അടുത്തത് പറയുന്നത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി ചെയ്താൽ ഈ ചാപ്റ്റർ കലാശ്. അതായത് നിങ്ങളോട് പറയാണ്, മോഡ് x-1 is equal to മോഡ് x-4 ആണെങ്കിൽ എക്സ് എത്രയെന്ന്. ഇതിങ്ങനെ തന്നെ വരും കേട്ടോ. -1ഉം 1നും 4നൊക്കെ പകരം വേറെ ഏതെങ്കിലും നമ്പർ വന്നിട്ട് വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്രമാത്രം എൻ്റെ മക്കൾ ചെയ്താൽ മതി. ഇവിടെ -1 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 1 എഴുതുന്നു. ഇവിടെ -4 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 4 എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവന്മാർ രണ്ടാളും ആഡ് ചെയ്യുന്നു, /2 ചെയ്യുന്നു. ദാറ്റ് ഈസ് 5/2 ആയിരിക്കും. ദാറ്റ് ഈസ് 2.5 ആയിരിക്കും. സിമ്പിൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. മോഡ് x is equal to മോഡ് x + 1. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അല്ല മിസ് പറ്റിച്ചല്ലോ, എക്സിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും പറഞ്ഞു, ഓന്റെ കൂടെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ എന്താക്കും? പേടിക്കേണ്ട ആവശ്യമില്ല. മോക്സിന്റെ കൂടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0 എഴുതും.
+1 കൂടെ +1 അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ -1. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവന്മാരെ തമ്മിൽ ആഡ് ചെയ്യുക, by2 ചെയ്യുക. 0 -1 കൂട്ടിയാൽ -1, -1/2 -0.5. സിമ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തല കുത്തി മറിഞ്ഞ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയാലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ഇതുപോലെ മെസ്സേജ് ഞങ്ങൾക്ക് ബേസിക് മുതൽ ഇനിയും ഞങ്ങൾക്ക് അറിയണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ എടാ നിങ്ങൾക്കുള്ളതാണ് നമ്മളുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. കുറഞ്ഞ ദിവസമാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. ഇനിയെങ്കിലും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങ് പോരി. ഇപ്പോൾ 3299 ആണ് കേട്ടോ ഈ ഒരു ബാച്ച് കിട്ടാൻ പോകുന്നത്. 30-ാം തീയതി വരെ ഈ ഒരു ഓഫർ ഉള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് ജോയിൻ ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ഒന്നുകൂടെ ആലോചിക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ താഴെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, രജിസ്ട്രേഷൻ ലിങ്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേരും ക്ലാസ്സും നമ്പറും അടിച്ചാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ആലോചിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മറന്നുകൊണ്ട നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ കാര്യം, സ്റ്റഡി ഗ്രൂപ്പിലാണ് കേട്ടോ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാനിടുക. അപ്പോൾ സ്റ്റഡി ഗ്രൂപ്പിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.